ഹലോ കൂട്ടുകാരെ, നമ്മൾ ക്ലാസ് 10 കെമിസ്ട്രി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്തൊരു സെഷനിലേക്ക് നമുക്ക് കടക്കാം. അറ്റോമിക് നമ്പർ ഓഫ് മാഗ്നീസ് ഇസ് 25 എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പീരീഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും കണ്ടുപിടിക്കാനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും നോക്കിയായിരുന്നു. അതേപോലെയാണ് ഇതും എഴുതുന്നത്. അപ്പോൾ നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d5, 4s2, 3d5 എന്ന് വരും. മാഗ്നീസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2, 3d5 എന്ന് വരും. ഇനിയും പീരീഡ് നമ്പർ നോക്കാം. എത്ര ഷെല്ലുണ്ടോ ആ എണ്ണമാണ് പീരീഡിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 1, 2, 3, 4. അപ്പോൾ എത്ര ഷെല്ലുണ്ട്? 4 ഷെല്ലുണ്ട്. അപ്പോൾ പീരീഡ് നമ്പർ എത്രയാണ്? 4. ഇനി ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ്? അവസാനത്തെ ഡിയിലും എസിലുള്ള ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 5 + 2 7. 5 + 2 7. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 7 ആണ്. ഗ്രൂപ്പ് നമ്പർ 7-ലുള്ളതാണ് ആരെന്ത്? മാഗ്നീസ്. ഇനി ഓർത്തോണം, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എവിടെ തൊട്ട് എവിടെ വരെ ഉള്ളൂ? 3 തൊട്ട് 12 വരെ ഉള്ളവരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള എലമെൻറ്റ്സ് ആണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കേസിൽ നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന അവസാനത്തെ ഡിയിലെ എസിലെ ഇലക്ട്രോൺസ് കൂട്ടിയാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. പിന്നെ എത്ര ഷെല്ലുണ്ടോ നോക്കൂ. ഇതിൽ തന്നെ നമുക്ക് നോക്കിയറിയാം. 1ൻ്റെ ഒരു ഷെല്ല്, 2ൻ്റെ ഷെല്ലുണ്ട്, 3ൻ്റെ ഷെല്ലുണ്ട്, 4ൻ്റെ ഷെല്ലുണ്ട്. അങ്ങനെ 4 ഷെല്ലുകളുണ്ട്. അപ്പോൾ എത്ര ഷെല്ലുണ്ടോ അത്രയും തന്നെയാണ് പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 4 ഷെല്ലാണെങ്കിൽ 4ആണ് പീരീഡ് നമ്പർ. ഓക്കെ. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകാരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നും അവയെ വിളിക്കും. ഇപ്പോൾ എനർജി കൂടുന്നതനുസരിച്ച് സബ്ഷെല്ലുകളെ ക്രമീകരിക്കാൻ അടുത്ത ചോദ്യം 4p, 3p, 3d, 4s എന്ന്. നമുക്ക് ടെസ്റ്റിലുള്ളത് നോക്കാം. അപ്പോൾ 1s ആണ്, അത് കഴിഞ്ഞ് 2s, അത് കഴിഞ്ഞ് 2p കഴിഞ്ഞ് വരുന്നത് 3s ആണ്, 3s കഴിഞ്ഞ് 3p ആണ് വരുന്നത്, 3p കഴിഞ്ഞ് 4s ആണ് വരുന്നത്. അപ്പോൾ നോക്കിക്കോണം, 3p കഴിഞ്ഞാണ് 4s വരുന്നത്, 4s കഴിഞ്ഞാണ് 3d വരുന്നത്. അപ്പോൾ 4sനേക്കാൾ എനർജി കൂടുതലാണ് ആർക്ക്? 3dക്ക്. 3d കഴിഞ്ഞാണ് 4p വരുന്നത്. അപ്പോൾ നമുക്ക് 3p, 4s, 3d, 4p ആയിരുന്നു തന്നിരുന്നത്. അപ്പോൾ ആദ്യം 3pയേക്കാൾ എനർജി കൂടുതൽ 4sന്, 4sനേക്കാൾ എനർജി കൂടുതൽ 3dക്കാണ്, 3dയേക്കാൾ എനർജി കൂടുതൽ 4pക്കാണ്. അപ്പോൾ 3p, 4s, 3d, 4p. അപ്പോൾ ഈ ഒരു ഡയഗ്രം ഒന്ന് നോക്കി വെച്ചിരിക്കണം. 1s കഴിഞ്ഞാൽ 2s, 2s കഴിഞ്ഞാൽ 2p ആണ്, 2p കഴിഞ്ഞാൽ 3s ആണ്, 3s കഴിഞ്ഞാൽ 3p ആണ്, 3p കഴിഞ്ഞാൽ നോക്കിക്കോളാം 4s ആണ് വരുന്നത്. 3pയേക്കാളും എനർജി കൂടുതൽ 4sനാണ്, എനർജി കൂടുതലാണ് 3dക്ക്. അത് കഴിഞ്ഞാണ് 4p വരുന്നത്. പിന്നെ 5s കഴിഞ്ഞാണ് പിന്നെ 4d വരുന്നത്. കണ്ടോ? 4d. അത് കഴിഞ്ഞ് 5p കഴിഞ്ഞ് 6x ആണ് വരുന്നത്, 6x കഴിഞ്ഞിട്ടാണ് 4f വരുന്നത്. ശ്രദ്ധിച്ചോ? അപ്പോൾ ഈ ഡയഗ്രം ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നോക്കാം. എങ്ങനെ വരും? 3p > 4s > 3d > 4p എന്നായിരിക്കും ഇൻക്രീസിങ് ഓർഡർ വരുന്നത്. മനസ്സിലായോ? 3p > 4s > 3d > 4p എന്നാണ് വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, റൈറ്റ് ദി നെയിംസ് ഓഫ് 2 F ബ്ലോക്ക് എലമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ ഫ്യൂവൽസ്. ന്യൂക്ലിയർ റിയാക്ടർ ഫ്യൂവലുകളായി, ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്ന 2 F ബ്ലോക്ക് എലമെൻറ്റ്സുകളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽസ്, ഇന്ധനങ്ങളാണ് യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം. ഓർത്തോളുക, യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയമാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഇന്ധനമായിട്ട്, ഫ്യൂവൽസായിട്ട് ഉപയോഗിക്കുന്നത്. യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയവുമാണ്.
അടുത്തത് റൈറ്റ് ദി മോളിക്കുലർ മാസ് ഓഫ് NH3. NH3യുടെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനാണ്. നൈട്രജൻ്റെ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട് 14, ഇവിടെ ഒന്നേ ഉള്ളൂ. അപ്പോൾ 14 പ്ലസ് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 1 × 3, അങ്ങനെ നമുക്ക് 17 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ NH3യുടെ മോളിക്കുലർ മാസ് എത്രയാണ്? 17 ഗ്രാം. ഓക്കെ, അടുത്ത ചോദ്യം, റൈറ്റ് ദി പീരിയഡ് നമ്പർ ഓഫ് ലാന്തനോയിഡ്സ് ആൻഡ് ആറ്റിനോയിഡ്സ്. ആറ്റിനോയിഡ്സിൻ്റെയും ലാന്തനോയിഡ്സിൻ്റെയും പീരിയഡ് നമ്പർ ഏതാണ്? ലാന്തനോയിഡ്സിൻ്റെ 6th പീരീഡിലാണ് ലാന്തനോയിഡ്സ് കാണപ്പെടുന്നത്. ആറ്റിനോയിഡ്സ് 7th പീരീഡ്. 6ഉം 7ഉമാണ് ലാന്തനോയിഡ്സിൻ്റെ ആറ്റിനോയിഡ്സിൻ്റെ പീരീഡ് നമ്പർ. ലാന്തനോയിഡ്സ് കാണപ്പെടുന്നത് 6th പീരീഡിലും ആക്റ്റിനോയിഡ്സ് കാണപ്പെടുന്നത് 7th പീരീഡിലുമാണ്. ഓർത്തോളുക, ലാന്തനോയിഡ്സ് കാണപ്പെടുന്നത് 6th പീരീഡിലും ആറ്റിനോയിഡ്സ് 7th പീരീഡിലുമാണ് കാണപ്പെടുന്നത്. ഇവരെല്ലാം എന്താണ്? എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ലാന്തനോയിഡ്സും ആറ്റിനോയിഡ്സും എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ലാന്തനോയിഡ്സ് 6th പീരീഡിലും ആറ്റിനോയിഡ്സ് 7th പീരീഡിലുമാണ്. അവർ 2 റോസ് ആയിട്ടാണ് കിടക്കുന്നത്. ഫസ്റ്റ് റോ ആണ് ലാന്തനോയിഡ്സ്, അതാണ് 6ാമത്തെ പീരീഡ്. ആറ്റിനോയിഡ്സ് എന്ന് പറയുന്നത് 2nd റോ ആണ്, അവരാണ് 7th പീരീഡ് എന്ന് പറയുന്നത്. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് കമ്മിങ് ആഫ്റ്റർ ലന്താനം. ലന്താനത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സിനെയാണ് ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ആറ്റിനത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സിനെയാണ് നമ്മൾ ആറ്റിനോയിഡ്സ് എന്നും വിളിക്കുന്നത്. ഇവരാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇനി ഇതിൽ ഒരു കാര്യം ഓർത്തിരിക്കണം, ദി ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ ദീസ് എലമെൻറ്റ്സ് ആർ ഫിൽഡ് അപ്പ് ഇൻ ദി ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ല്. ഇവിടുത്തെ അവസാനത്തെ ഇലക്ട്രോൺസ്, ഈ മൂലകങ്ങളുടെ അവസാനത്തെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. ഓർത്തോളുക, ദി ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ ദീസ് എലമെൻറ്റ്സ് ആർ ഫിൽഡ് അപ്പ് ഇൻ ദി ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ല്. ഓക്കെ, അപ്പോൾ ഇവർ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ലന്താനത്തിന് ശേഷം വരുന്നവരാണ് ലാന്തനോയിഡ്സ്, അവർ 6ാമത്തെ പീരീഡിലാണുള്ളത്. ആറ്റിനത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സിനെയാണ് ആറ്റിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്, അവർ 7th പീരീഡിൽ ഉള്ളവരാണ്. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ, എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ ഇലക്ട്രോൺ പൂരണം, ലാസ്റ്റ് ഇലക്ട്രോണ് ഫില്ലായിപ്പെടുന്നത് എവിടായിട്ടാണ്? ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലാണ് ഇലക്ട്രോൺ പൂരണം. എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഫില്ലാവുന്നത്. അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ലാന്തനോയിഡ്സ് ആണ് 6th പീരീഡ്, ആക്റ്റിനോയിഡ്സ് ആണ് 7th പീരീഡ്. ഇവർ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്, എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. അടുത്ത ചോദ്യം, റൈറ്റ് ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Cu ഇൻ Cu2O. Cu2Oയിലുള്ള കോപ്പറിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ നോർമലായിട്ടുള്ള Cuവിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അത് 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d10 ആണ്. കോപ്പർ 29 ആണ് അറ്റോമിക് നമ്പർ. ഇനി നമ്മൾ Cu2Oയിലുള്ളതാണ്. അപ്പോൾ Cuവിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. Cu2O, ഓക്സിജൻ്റെ നമുക്കറിയാം -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കോപ്പറിൻ്റെ നമുക്ക് അറിയത്തില്ല, അതിന് X എന്ന് വിളിക്കുന്നു. ഇവിടെ 2 കോപ്പറുണ്ട്, അപ്പോൾ 2x + -2 = 0 എന്ന് എഴുതുന്നു. 2x = -2 അപ്പുറത്ത് കൊണ്ടുവന്നു, അപ്പോൾ +2 ആകുന്നു, = 2 എന്ന് കിട്ടുന്നു. x = 2/2, ഇവിടെ 2 ഇൻറ്റു എഴുതിയേക്കാണ്, അപ്പുറത്തോട്ട് കൊണ്ടുപോകും, ഡിവൈഡ് ആവും. അങ്ങനെ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് +1 എന്ന് കിട്ടും. അപ്പോൾ ഇതനുസരിച്ച് വേണം നമ്മൾ ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അപ്പോൾ Cu പ്ലസ് അയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഒരു ഇലക്ട്രോണ് എവിടെ നിന്ന് പോവും? 4sൽ നിന്നാണ് ഇലക്ട്രോൺ കളയേണ്ടത്. അല്ലാതെ നമ്മൾ പോയി 3D അവസാനം കിടക്കുന്നതെന്ന് വിചാരിച്ച് ഈ 3d10ലുള്ള ഇലക്ട്രോണിനെ കളയരുത്. എനർജി കുറവിൻ്റെ കാരണം കൊണ്ടാണ് നമ്മൾ 4s ഫ്രണ്ടിൽ എഴുതി അതിനുശേഷം 3d10 എഴുതിയത്. പക്ഷേ നമ്മൾ ഇലക്ട്രോണിനെ കളയുമ്പോൾ എവിടുന്ന് വേണം ആദ്യം കളയാൻ? 4sൽ നിന്ന് തന്നെ വേണം ഇലക്ട്രോണിനെ കളയുവാൻ. Cu+ൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2, 2s2, 2p6, 3s2, 3p6, 3d10 എന്ന് വരും. കാരണം ഒരു ഇലക്ട്രോൺ പോകും,
അങ്ങനെ CU2-ലുള്ള CUവിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3d10 വരും. ഇത് നമ്മൾ ഇവിടെ ഉള്ള കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അതിന് ശേഷം നമ്മൾ കോൺഫിഗറേഷൻ എഴുതി അതിൽ നിന്ന് ഇലക്ട്രോണിനെ നമ്മൾ കളയണം. അങ്ങനെയാണ് ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യം നോർമലായിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത് കോപ്പറിൻ്റെ 1s2 2s2 2p6 3s2 3p6 4x1 3d10 എന്നാണ്. ഇവിടെ CU2Oയിൽ CUവിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടും. ആ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടേണ്ടത് 4s1 നിന്നാണ് കളയേണ്ടത്. അപ്പോൾ 4s1 നിന്ന് ഒരു ഇലക്ട്രോൺ കളഞ്ഞാൽ പിന്നെ Cu+ അയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d10 എന്നാണ് വരുന്നത്. D-block elementsന്റെ characteristics. D-block elements are those in which the last electron is filled in the d subshell of the penultimate shell. They are also known as transition elements. സംക്രമണ മൂലകങ്ങൾ എന്നാണ് D-block elementsനെ വിളിക്കുന്നത്. അവരെല്ലാം മെറ്റൽസ് ആണ്. D-block elements അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ്. D-block elements എല്ലാം ലോഹങ്ങളാണ്. ദി ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ ദി പെനൾട്ടിമേറ്റ് ഷെല്ല്. അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. D-block എലമെൻസിൽ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. F-block എലമെൻറ്റ്സ് F-block മൂലകങ്ങളിൽ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത്. ഇവിടെ D-block എലമെൻസിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. ഇവയെല്ലാം ലോഹങ്ങളാണ്, മെറ്റൽസ് ആണ്. In the case of these elements, in the fourth period, the last electron is filled in 4s. ഈ എലമെൻസിൽ ഈ മൂലകങ്ങളിൽ നാലാമത്തെ പീരീഡിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് 4sലാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്? 4s ആണ്. ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ളവരെയാണ് D-block എലമെൻറ്റ്സ് സംക്രമണ മൂലകങ്ങൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ളവരെയാണ് D-block എലമെൻറ്റ്സ് D-block മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. എസും പിയും ഗ്രൂപ്പിനെയാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അവർ അവരുടെ റെസ്പെക്റ്റീവ് ഗ്രൂപ്പിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. കാരണം ഒരേ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ബാഹ്യതമ ഷെല്ലിൽ ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർ റെസ്പെക്റ്റീവ് ഗ്രൂപ്പ് അതതായ ഗ്രൂപ്പിൽ അവർ സിമിലാരിറ്റി കാണിക്കുന്നത്. അത് എസും പിയും ഗ്രൂപ്പുകളിലും സെയിം ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അവർ കാണിക്കുന്നത്. എസ് ആൻഡ് പി ഗ്രൂപ്പ്സിനാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. എസ് ഗ്രൂപ്പിലായാലും പി ഗ്രൂപ്പിലായാലും അവർ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ബാഹ്യതമ ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഓരോ എലമെൻറ്റ്സിൻ്റെ കേസ് എടുത്താലും ഫില്ല് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർ സിമിലാരിറ്റി കാണിക്കുന്നത്. ബ്ലോക്ക് മൂലകങ്ങൾ D-block എലമെൻറ്റ്സ് അവസാന ഇലക്ട്രോൺ പൂരണം ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലിലെ പെനൾട്ടിമേറ്റ് ഷെല്ല് D സബ്ഷെല്ലിൽ നടക്കുന്നവയാണ് D-block മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവയെ സംക്രമണ മൂലകങ്ങൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കും. വേറെ സവിശേഷതകൾ ഇവ ലോഹങ്ങളാണ് D-block എലമെൻറ്റ്സ്. സംക്രമണ മൂലകങ്ങൾ ലോഹങ്ങളാണ്, മെറ്റൽസ് ആണ്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടു മുമ്പിലുള്ള ഷെല്ലിലാണ്. D സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ബാഹ്യതമ ഷെല്ലിന് തൊട്ടു മുമ്പിലുള്ള ഷെല്ലിലാണ്. പെനൾട്ടിമേറ്റ് ഷെല്ല് D-block എലമെൻറ്റ്സിൽ പെനൾട്ടിമേറ്റ് ഷെല്ലിലും F-block എലമെൻറ്റ്സിൽ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലുമാണ് നടക്കുന്നത്. നാലാം പീരീഡിൽ ഇത്തരം മൂലകങ്ങളുടെ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് 4sലാണ്. ഇവ പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് എസും പി എന്നീ ബ്ലോക്കുകൾ ഉൾപ്പെടുന്ന പ്രാതിനിധ്യ മൂലകങ്ങൾ ഗ്രൂപ്പിൽ സാദൃശ്യം കാണിക്കുന്നു. കാരണം ഇവയിൽ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ എണ്ണം ഒരുപോലെ ആയതുകൊണ്ടാണ്. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ബാഹ്യത ഷെല്ലിൽ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ എന്ത് കാണിക്കുന്നത്? ഒരേപോലെ സാദൃശ്യം സിമിലാരിറ്റി കാണിക്കാൻ കാരണം അവയുടെ ബാഹ്യതമ ഷെല്ലിൽ, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെയാണ്. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെല്ല്.
അതുകൊണ്ടാണ് എസും പിയും എന്നീ ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്ന പ്രാതിനിധ്യ മൂലകങ്ങൾ ഗ്രൂപ്പിൽ സാദൃശ്യം സിമിലാരിറ്റി കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. താങ്ക്